ഇന്ന് നമുക്ക് കണ്ണന്റെയും കുചേലന്റെയും കഥ കേൾക്കാം. അവരുടെ സൗഹൃദത്തിന്റെ മഹത്വം അതെന്താന്ന് നമുക്കിന്ന് കേൾക്കാം. ഒരിക്കൽ ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ രാജാവായി വാഴുന്ന കാലം അനന്തമായ സമ്പത്തും കൊട്ടാരങ്ങളും ആയിരക്കണക്കിന് സേവകരും എല്ലാം കണ്ണനുണ്ടായിരുന്നു. എന്നാൽ കണ്ണന്റെ ഹൃദയത്തിൽ ഒരു പഴയ സുഹൃത്തിന്റെ ഓർമ്മ എപ്പോഴും ഉണ്ടായിരുന്നു. ആ സുഹൃത്തിന്റെ പേരാണ് കുചേലൻ. ബാല്യകാലത്ത് ഗുരുകുലത്തിൽ കണ്ണനോടൊപ്പം പഠിച്ച പ്രിയ സുഹൃത്ത്. അന്ന് കണ്ണനും കുചേലനും രാജകുമാരനും ദരിദ്ര ബ്രാഹ്മണ പുത്രനും എന്ന വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അവരിരുവരും ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് കളിച്ചു, ഒരുമിച്ച് ഗുരുസേവ ചെയ്തു. അങ്ങനെ കാലം കടന്നുപോയി. കണ്ണൻ ദ്വാരകയിലെ രാജാവായി. കുചേലൻ വിവാഹം കഴിച്ച് ഒരു ചെറിയ വീട്ടിൽ കുടുംബത്തോടൊപ്പം ജീവിച്ചു. കുചേലന് വലിയ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ പലപ്പോഴും ഭക്ഷണം പോലും തികയാറില്ലായിരുന്നു. എന്നിരുന്നാലും കുചേലൻ ഒരിക്കലും തന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പരാതിപ്പെട്ടില്ല. അവന്റെ മനസ്സിൽ ഒരേ ഒരു സമ്പത്തായിരുന്നു ഉള്ളത്, കണ്ണനോടുള്ള സ്നേഹം. ഒരു ദിവസം കുചേലന്റെ ഭാര്യ വിഷമത്തോടെ പറഞ്ഞു, നമുക്ക് ദാരിദ്ര്യമുണ്ട്, അതിൽ എനിക്ക് വിഷമമില്ല. പക്ഷേ കുട്ടികൾക്ക് പോലും പലപ്പോഴും വിശന്നിരിക്കേണ്ടി വരുന്നു. താങ്കളുടെ ബാല്യകാല സുഹൃത്തായ ശ്രീകൃഷ്ണൻ ഇപ്പോൾ ദ്വാരകയുടെ രാജാവല്ലേ, ഒന്ന് അദ്ദേഹത്തെ കാണാൻ പോയിക്കൂടെ? കുചേലൻ പുഞ്ചിരിച്ചു. കണ്ണനെ കാണാൻ എനിക്ക് വലിയ സന്തോഷാണ്. പക്ഷെ അവനോട് ഞാൻ എന്താണ് ചോദിക്കുക? അവനെ കാണുന്നത് തന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യാണ്. ഭാര്യ വീണ്ടും പറഞ്ഞു, അങ്ങൊന്നും ചോദിക്കണ്ട, ഒന്ന് പോയി കണ്ടിട്ട് വരൂ. അങ്ങനെ കുചേലൻ ദ്വാരകയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ കണ്ണന് കൊടുക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ. അവരുടെ വീട്ടിൽ വിലപിടിപ്പുള്ള ഒന്നുമില്ല. അവസാനം ഭാര്യ കുറച്ച് അവൽ ഒരു ചെറിയ തുണിയിൽ കെട്ടിക്കൊടുത്തു. ഇത് കണ്ണന് കൊടുക്കണം. കുചേലൻ ആ ചെറിയ പൊതിയെടുത്ത് ദ്വാരകയിലേക്ക് യാത്രയായി. ദ്വാരകയിലെത്തി രാജകൊട്ടാരത്തിന്റെ മുന്നിൽ നിന്നപ്പോൾ കുചേലന് ചെറിയൊരു സംശയം തോന്നി. ഇത്രയും വലിയ രാജകൊട്ടാരം എന്നെ പോലെയുള്ള ഒരു ദരിദ്രനെ കണ്ണൻ ഓർക്കുവോ? എന്നാൽ കുചേലൻ കണ്ണനെ ഓർത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. അവൻ എത്തിയെന്ന വാർത്ത കണ്ണന് ലഭിച്ചു. അടുത്ത നിമിഷം സംഭവിച്ചത് അത്ഭുതമായിരുന്നു. രാജാവായ ശ്രീകൃഷ്ണൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. എല്ലാവരും അത്ഭുതപ്പെട്ടു. കണ്ണൻ ഓടിച്ചെന്ന് തന്റെ പ്രിയ സുഹൃത്തായ കുചേലനെ ആലിംഗനം ചെയ്തു. കുചേല! കണ്ണന്റെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ. വർഷങ്ങൾക്ക് ശേഷം കണ്ട സുഹൃത്തിനെ കണ്ണൻ തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. അവനെ രാജസിംഹാസനത്തിനരികിൽ ഇരുത്തി. സ്വയം കുചേലന്റെ പാദങ്ങൾ കഴുകി. രുക്മിണി ദേവിയും കുചേലനെ ആദരവോടെ സ്വീകരിച്ചു. കുചേലന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ കണ്ണനെ മാത്രം നോക്കി. അവന്റെ മനസ്സിൽ പഴയ ഗുരുകുല കാലത്തിലെ ഓർമ്മകൾ നിറഞ്ഞു. അപ്പോൾ കണ്ണൻ ചോദിച്ചു, കുചേല, എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്കായി ഒന്നും കൊണ്ടുവന്നില്ലേ? കുചേലൻ നാണിച്ചു. അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചെറിയ അവൽപ്പൊതി ഓർത്തു. ഇതെങ്ങനെ കണ്ണന് കൊടുക്കും? ഇത്രയും വലിയ രാജാവിന് ഇതേപോലെയുള്ള ഒരു ചെറിയ സമ്മാനം. കണ്ണൻ അത് കണ്ടുപിടിച്ചു. അവൻ കുചേലന്റെ കയ്യിൽ നിന്ന് ആ പൊതി സ്നേഹത്തോടെ എടുത്തു. പൊതി തുറന്നു. അതിനുള്ളിൽ കുറച്ച് അവൽ. കണ്ണന്റെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിച്ചു. ആഹാ, എന്റെ പ്രിയപ്പെട്ട അവൽ എന്ന് പറഞ്ഞ് കണ്ണൻ ഒരു പിടി അവൽ കഴിച്ചു. വീണ്ടും ഒരു പിടി കൂടി എടുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും രുക്മിണി ദേവി കണ്ണന്റെ കൈ മെല്ലെ തടഞ്ഞു. കാരണം ആ ചെറിയ അവലിനുള്ളില് കുചേലന്റെ ഹൃദയം മുഴുവൻ ഉണ്ടായിരുന്നു. അത് ഒരു സാധാരണ ഭക്ഷണം ആയിരുന്നില്ല, നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ സമ്മാനമായിരുന്നു. കുചേലൻ കണ്ണനോടൊന്നും ചോദിച്ചില്ല. എന്റെ ദാരിദ്ര്യം മാറണം എന്നുപോലും പറഞ്ഞില്ല. കണ്ണന്റെ സ്നേഹം മാത്രം സ്വീകരിച്ച് അദ്ദേഹം മടങ്ങി. തിരിച്ചു പോകുമ്പോൾ കുചേലൻ ചിന്തിച്ചു, കണ്ണനെ കണ്ടു, അവനെന്നെ മറന്നിട്ടില്ല. എനിക്കിനി എന്താണ് വേണ്ടത്? വീട്ടിലെത്തിയപ്പോൾ കുചേലന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. താൻ താമസിച്ചിരുന്ന ആ ചെറിയ കുടിലിന്റെ സ്ഥാനത്ത് മനോഹരമായ ഒരു കൊട്ടാരം. വീട്ടുമുറ്റത്ത്
ഐശ്വര്യ സമ്പദ് സമൃദ്ധിയൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. കുടുംബം മനോഹരമായ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്നു. ഭാര്യ കുചേലന്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം കണ്ണന്റെ അനുഗ്രഹമാണ്. കുചേലൻ കണ്ണുകൾ അടച്ചു. അവന്റെ മനസ്സിൽ കണ്ണന്റെ പുഞ്ചിരിക്കുന്ന മുഖം തെളിഞ്ഞു വന്നു. കുചേലൻ കൈകൾ കൂപ്പി പറഞ്ഞു, കണ്ണാ, ഞാൻ നിന്നോട് ഒന്നും ചോദിച്ചില്ല, പക്ഷേ എന്റെ മനസ്സറിഞ്ഞ് എല്ലാം തന്നല്ലോ. അന്ന് കുചേലന് വലിയ ഒരു സത്യം മനസ്സിലായി. കണ്ണനോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണന് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിയാം. കുചേലൻ കണ്ണന് നൽകിയത് വിലയേറിയ ഒരു സമ്മാനമായിരുന്നില്ല, കുറച്ച് അവൽ മാത്രമായിരുന്നു. പക്ഷേ അതിൽ നിറഞ്ഞിരുന്നത് നിർമ്മലമായ സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് കണ്ണൻ ആ ചെറിയ സമ്മാനം പോലും അതിയായ സന്തോഷത്തോടെ സ്വീകരിച്ചത്. നമ്മൾ ദൈവത്തിന് നൽകുന്നത് എത്ര വിലയുള്ളതാണ് എന്നല്ല പ്രധാനം, എത്ര സ്നേഹത്തോടെ നൽകുന്നു എന്നതാണ് പ്രധാനം. ഒരു പൂവായാലും ഒരു തുള്ളി വെള്ളമായാലും ഒരു ചെറിയ നാമജപമാലയായാലും ഹൃദയം നിറഞ്ഞ് ഒരു നാമജപമായാലും ഹൃദയം നിറഞ്ഞ് കണ്ണന് സമർപ്പിച്ചാല് അതാണ് ഏറ്റവും വലിയ വഴിപാട്. അതുകൊണ്ട് നമുക്കും കണ്ണനോട് പറയാം, കണ്ണാ, എനിക്ക് നിന്നോട് വലിയ വഴിപാടുകളൊന്നും നൽകാനില്ല. എൻ്റെ കയ്യിലുള്ളത് ചെറിയ ഹൃദയം മാത്രമാണ്. അതും ഞാൻ നിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നും എൻ്റെ ഹൃദയത്തിൽ നീ വാഴണമേ. ഹരേ ഗുരുവായൂരപ്പ. നാരായണ നാരായണ നാരായണ.